വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിനായക ചതുർത്ഥിയെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഗണേശ് ചതുർത്ഥിയെ പറ്റിയിട്ടാണ്. എന്താണ് വിനായക ചതുർത്ഥി? വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും ഓമനപുത്രനായ മഹാഗണപതിയുടെ ജന്മദിവസമാണ്. ഭഗവാൻ ഗണപതിയുടെ ജന്മദിവസത്തിനെയാണ് വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശ് ചതുർത്ഥി എന്ന് പറയുന്നത്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷിച്ചു വരുന്നത്. നമ്മുടെ ഈ വർഷത്തെ വിനായക ചതുർത്ഥി വരുന്നത് ഓഗസ്റ്റ് 27 ബുധനാഴ്ചയാണ്. കേരളത്തിനെക്കാട്ടി കൂടുതലും നോർത്ത് ഇന്ത്യയിലാണ് വിനായക ചതുർത്ഥി വളരെ ഗംഭീരമായ രീതിയിൽ 3-4 ദിവസത്തെ പൂജകളോടും ആഘോഷങ്ങളോടും ഒക്കെ ആഘോഷിക്കുന്നത്. നമുക്ക് ഗണപതി ഭഗവാനെ പൂജിക്കുന്നതിൽ ഇതിലും വളരെ ശുഭകരമായ മറ്റൊരു ദിവസം തന്നെ ഇല്ല. കാര്യം അന്നത്തെ ദിവസം ഭഗവാൻ ഗണപതിയുടെ ജന്മദിനമാണ്. ഒരാളുടെ ജന്മദിനത്തിൽ നമ്മൾ അയാളെ സേവിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളെ സന്തുഷ്ടനാക്കുമ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരാൾ കൂടുതൽ നമ്മളിൽ സംപ്രീതനാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇന്നേ ദിവസം ഗണപതി ഭഗവാന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളും പൂജകളും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരുക്കങ്ങളും ഒക്കെ ചെയ്ത് വൃത്തിയായ രീതിയിൽ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുമ്പോൾ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളും ഭഗവാൻ ഗണപതി പ്രദാനം ചെയ്യുന്നു. കേരളത്തിലും ഗണപതി ക്ഷേത്രങ്ങളിൽ വിപുലമായ പൂജകൾ മാത്രമായിരിക്കും വിനായക ചതുർത്ഥി നാളിൽ നടക്കുക. ഇതേ ദിവസമാണ് ഗജപൂജ, ആനയൂട്ട് എന്നീ ചടങ്ങുകൾ നടത്തുന്നത്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ കളിമണ്ണിൽ വലിയ ഒരു ഗണപതി വിഗ്രഹം നിർമ്മിച്ച് അതിന് പൂജകൾ നടത്തിയതിനു ശേഷം കടലിൽ നിമജ്ജനം ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഈ ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ശരീരത്തിന് ഉടമയാണ് എന്നാണ് പറയുന്നത്. തലയ്ക്ക് ചേരാത്ത ഉടലും, ഉടലിനു ചേരാത്ത വയറും, വയറിനു ചേരാത്ത കാലും, ശരീരത്തിന് ചേരാത്ത വാഹനവും എല്ലാമാണ് ഗണപതിയെ മറ്റു ദേവതകളിൽ നിന്ന് വ്യത്യസ്തനാക്കി നിർത്തുന്നത്. ആ ഗണപതി ഭഗവാന്റെ രൂപം തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാകും. പരസ്പരം ചേരാത്ത അനേകം വസ്തുക്കളുടെ കൂട്ടമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഗണപതി സങ്കല്പത്തിനും പിന്നിലുള്ളത്. ദേവ, മനുഷ്യ, മൃഗ, പക്ഷി, വൃക്ഷ ഗണങ്ങളുടെ പതി അഥവാ നാഥൻ എന്നാണ് ഗണപതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗണപതി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ദേവ, മനുഷ്യ, മൃഗ, പക്ഷി, വൃക്ഷ ഗണങ്ങളുടെ പതി അല്ലെങ്കിൽ നാഥൻ എന്നതാണ് ഗണപതി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി വിനായക ചതുർത്ഥിയുടെ ഒരു ഐതിഹ്യത്തെ നമുക്ക് പരിശോധിക്കാം. ഒരിക്കൽ ഒരു ചതുർത്ഥി തിഥിയിൽ ഗണപതി ഭഗവാൻ ആനന്ദ നൃത്തമാടിയപ്പോൾ പരിഹാസത്തോടെ ചന്ദ്രൻ ചിരിച്ചു എന്നാണ് പറയുന്നത്. ഗണപതിയുടെ കുടവയറും താങ്ങിയുള്ള നൃത്തത്തെ ചന്ദ്രൻ പരിഹസിക്കുകയാണ് ചെയ്തത്. ഇതിൽ കുപിതനായ ഗണപതി ചന്ദ്രനോട് ക്ഷമിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഈ ദിവസം ചന്ദ്രനെ നോക്കുന്നവരെല്ലാം സങ്കടത്തിന് പാത്രമാകട്ടെ എന്ന് ഗണപതി ഭഗവാൻ ശപിക്കുകയാണ്. ഇതറിയാതെ വിഷ്ണു ഭഗവാൻ ചന്ദ്രനെ നോക്കി ഗണേശ ശാപത്തിന് ഇരയാവുകയും ചെയ്തു. ഇതിൽ വിഷമിച്ച വിഷ്ണു ഭഗവാൻ ശിവഭഗവാന്റെ മുന്നിൽ ചെന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ അലിവ് തോന്നിയ ശിവഭഗവാൻ വിഷ്ണുവിനോട് ഗണപതി വ്രതം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. ശിവഭഗവാൻ പറഞ്ഞതുപോലെ വിഷ്ണു ഭഗവാൻ ഗണപതി വ്രതം അനുഷ്ഠിച്ചു സങ്കടങ്ങളൊക്കെ മാറ്റി. ഇതാണ് വിനായക ചതുർത്ഥി ദിനത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. കൂടാതെ ചതുർത്ഥി നാളിൽ ചന്ദ്രദർശനം നടത്തിയാൽ 1 കൊല്ലത്തിനുള്ളിൽ സങ്കടത്തിനിരയാകുമെന്നും മനക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഉള്ള ഒരു വിശ്വാസം ഇന്നും നിലനിന്ന് വരുന്നതാണ്. നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനും മുൻപ് വിഘ്ന നിവാരണം നടത്തുന്നതിനായിട്ട് നമ്മൾ ഗണപതി ഭഗവാന് പൂജകൾ നടത്താറുണ്ട്, അല്ലേ? ഗണേശ്വരൻ്റെ അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ പിറന്നാൾ ദിവസമായ ഈ ചതുർത്ഥി ദിവസം നമ്മൾ ഭഗവാന് മംഗല്യ തടസ്സം, വിദ്യാഭ്യാസം, സന്താന തടസ്സം, ഗ്രഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകമായി പൂജകൾ ചെയ്യാവുന്നതാണ്. വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന
ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു. ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് വിശ്വാസം. സർവാഭീഷ്ട സിദ്ധിക്കായിട്ട് ചതുർത്ഥി ദിനത്തിൽ ഗണപതി ഭഗവാന് മുക്കുറ്റി, കറുക എന്നിവ കൊണ്ട് മാല, അർച്ചന, മോദകനേദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തുകയാണെങ്കിൽ സർവാഭീഷ്ട സിദ്ധിയാണ് ഫലമായി കാണുന്നത്. വീടുകളിൽ അന്നേ ദിവസം മോദകം അഥവാ നമ്മളെ സംബന്ധിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇതിനെ മോദകം എന്നാണ് പറയുന്നത്, മോദക് എന്ന് പറയും. നമ്മൾ കൊഴുക്കട്ട എന്ന് പറയും. നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് കുറേ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്തിട്ടാണ് അവിടെ മോദകം ഉണ്ടാക്കുന്നത്. മോദകം ഭഗവാൻ ഗണപതിയുടെ ഇഷ്ട ഒരു ഭക്ഷ്യവിഭവമാണ്. ഭക്ഷണപ്രിയനാണ് നമ്മുടെ ഗണപതി ഭഗവാൻ. ചതുർത്ഥി വ്രതം എന്തിനാണ് അനുഷ്ഠിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ചതുർത്ഥി വ്രതം എന്നാണ് ഈ വ്രതം അറിയപ്പെടുന്നത്. ചതുർത്ഥി നാളിൽ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശപ്രീതിയിലൂടെ സർവവിഘ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചതുർത്ഥി വ്രതം എങ്ങനെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നാണ് ഇനി ഇവിടെ പറയുന്നത്. ചതുർത്ഥിയുടെ തലേന്ന്, അതായത് വിനായക ചതുർത്ഥി ദിവസത്തിൻ്റെ തലേന്ന് മുതൽ നമുക്ക് വ്രതം ആരംഭിക്കാം. എല്ലാ വ്രതാനുഷ്ഠാനവും പോലെ തലേന്ന് തന്നെ നമ്മൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലൂണ് ആവാം, എണ്ണ തേച്ച് കുളി, പകലുറക്കം എന്നിവ ഒന്നും പാടില്ല. മറ്റുള്ള വ്രതങ്ങളിൽ പറയുന്ന അതേ രീതി തന്നെയാണ് ഇവിടെ. ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി വിളക്ക് തെളിയിച്ച് ഗണപതി ഭഗവാന്റെ മുൻപിൽ ഭക്തിയോടെ പ്രാർത്ഥനകൾ ചൊല്ലാം. ഇന്നേ ദിവസം ഗണേശ ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. എല്ലാ വ്രതങ്ങളുടെ കാര്യങ്ങളും പറയുന്ന പോലെ സ്വന്തം ആരോഗ്യവും നിലനിൽപ്പും നോക്കി വേണം ഓരോരുത്തരും വ്രതം ഇരിക്കാൻ. കഴിയാത്തവർ വ്രതം ഇരുന്നില്ല എന്ന് പറഞ്ഞ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കൂടാതെ ഇന്നത്തെ ദിവസം ഭഗവാൻ ഗണപതിയുടെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിക്കാവുന്നതാണ്. ഇന്നേ ദിവസം ഗണേശ ഗായത്രി മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ്. ഗണേശ ഗായത്രി എന്ന് പറയുന്നത് ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇത് ഉദ്ദിഷ്ട കാര്യസിദ്ധി ഫലം തരാനായിട്ട് നമുക്ക് ജപിക്കാവുന്നതാണ്. ഇതുകൂടാതെ വിഘ്ന നിവാരണത്തിനായിട്ട് ഈ മന്ത്രവും ജപിക്കാവുന്നതാണ്. ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇത് വിഘ്ന നിവാരണത്തിനായി ജപിക്കാവുന്ന മന്ത്രമാണ്. ഇതുകൂടാതെ ഈ വിനായക ചതുർത്ഥി ദിവസം നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യാതൊരു കാരണവശാലും ചതുർത്ഥി ദിനത്തിൽ നമ്മൾ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല. അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. വിനായക ചതുർത്ഥി ദിനത്തിൽ ഒരു കാരണവശാലും ചന്ദ്രദർശനം പാടില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, പിറന്നാൾ ദിവസം ഗണപതി ഭഗവാൻ സദ്യയൊക്കെ ഉണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ അടിതെറ്റി വീണു. ഇത് കണ്ട ചന്ദ്രൻ തന്നെ കളിയാക്കി ചിരിച്ചു എന്ന് ഒരു കഥയിൽ പറയുന്നുണ്ട്. ഗണേശ ചതുർത്ഥി ദിനത്തിൽ, ചതുർത്ഥി നാളിൽ ചന്ദ്രനെ ദർശിക്കുന്ന എല്ലാവർക്കും മഹാഹാനിയും ദുഃഖവും സങ്കടങ്ങളും വ്യാധികളും ഉണ്ടാകട്ടെ എന്ന് ഒരു ശാപം കൊടുത്തു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ചന്ദ്രദർശനം പാടില്ല എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു. കേതുദശാദോഷം അനുഭവിക്കുന്നവർ ദോഷപരിഹാരത്തിനായി ഇന്നേ ദിവസം ഗണേശ പൂജ, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ കൂടുതൽ ഫലം സിദ്ധിക്കും എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഗണപതി ഭഗവാന്റെ വിനായക ചതുർത്ഥി എന്താണെന്നും വിനായക ചതുർത്ഥി ദിവസത്തിൽ എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടതെന്നും ഞാനിവിടെ വിവരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്നേ നാളിൽ ചന്ദ്രദർശനം പാടില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു. ഇനി ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗണപതി എന്ന വാക്കിൻ്റെ അർത്ഥവും ഗണപതി ഭഗവാന്റെ വിവിധ പേരുകളുണ്ട്. ഈ പേരുകളുടെയൊക്കെ അർത്ഥമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വിശകലനം ചെയ്ത് പറയുന്നത്. ഗണപതി എന്ന വാക്കിൻ്റെ അർത്ഥം ഗണ എന്നാൽ പവിത്രകം, അതായത്
ചൈതന്യത്തിൻ്റെ കണങ്ങൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥമാക്കുന്നത്. പതി എന്നാൽ സ്വാമി, അതായത് നമ്മളെ കാത്ത് രക്ഷിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ. അപ്പോൾ ഗണപതി എന്ന വാക്കിൻ്റെ അർത്ഥം പവിത്രകങ്ങളുടെ സ്വാമി എന്നാണ്. കൂടാതെ ഗണപതി ഭഗവാന് വക്രതുണ്ടൻ, വിനായകൻ, ഏകദന്തൻ എന്നിങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. ഈ വക്രതുണ്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും എന്താണെന്നറിയാമോ? വളഞ്ഞത്, അതായത് തെറ്റായ മാർഗത്തിലൂടെ ജീവിക്കുന്നവനെ ശിക്ഷിച്ച് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നവൻ എന്നാണ് വക്രതുണ്ടൻ എന്ന വാക്കിൻ്റെ പൊരുൾ. ഏകദന്തൻ, അതായത് ഒരു കൊമ്പ് പൂർണ്ണമായും മറ്റൊന്ന് മുറിഞ്ഞതായും ഉള്ളവൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. 1 എന്ന അക്കം ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. ദന്തീന് എന്നാൽ കാണിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഏകമായ ബ്രഹ്മത്തിൻ്റെ അനുഭൂതി നേടാനുള്ള വഴി കാട്ടിക്കൊടുക്കുന്നവൻ എന്നാണ് ഏകദന്ത എന്ന വാക്കിൽ അർത്ഥമാക്കുന്നത്. വിനായകൻ, വിനായകൻ എന്നാൽ നായകന്മാരുടെ, അതായത് നേതാക്കന്മാരുടെ വിശേഷതകളെല്ലാം ഉൾക്കൊണ്ടവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. കൂടാതെ വിനായകൻ, വിന പ്രശ്നങ്ങൾ മാറ്റുന്നവൻ, പ്രശ്നങ്ങൾ കയൻ, വിനകൾ തീർക്കുന്ന വിനായകൻ, വിനകൾ തീർക്കുന്ന നാഥകൻ, വിനകൾ തീർക്കുന്ന ഭഗവാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അവനെ പറയാം. ലംബോദരൻ, എന്താണ് ലംബോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ലംബമായ, അതായത് വലുതായ ഉദരം. ഗണപതി ഭഗവാന്റെ വയറ് കണ്ടിട്ടില്ലേ? വലിയ വയറല്ലേ? ആ വലിയ വയറുള്ളവൻ എന്നാണ് ഈ വാക്കിൽ അർത്ഥമാക്കുന്നത്. കൂടാതെ സർവചരാചരങ്ങളും ഗണപതിയിൽ വസിക്കുന്നു എന്നതിലും ഈ വാക്കിന് അർത്ഥമുണ്ട്. എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാനെ ഏതൊരു ശുഭകാര്യവും തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷ നാദഭാഷയാണ് അല്ലേ? എന്നാൽ ദേവീദേവന്മാരുടെ ഭാഷ പ്രകാശമായ ഭാഷയാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ. മനുഷ്യരുടെ ഭാഷ നാദഭാഷയും ദേവീദേവതമാരുടെ ഭാഷ പ്രകാശമായ ഭാഷയുമാണ്. മനുഷ്യൻ സംസാരിക്കുന്ന നാദഭാഷ ഗണപതിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനാൽ ഗണപതി വേഗം പ്രസന്നനാകുന്നു എന്ന് പറയുന്നു. ഗണപതിക്ക് മനുഷ്യൻ്റെ നാദഭാഷയെ ദേവീദേവന്മാരുടെ പ്രകാശ ഭാഷയിലേക്ക് രൂപാന്തരപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു കഴിവുണ്ട്. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഗണപതി നാദഭാഷയിൽ നിന്ന് പ്രകാശ ഭാഷയിലേക്ക് രൂപാന്തരപ്പെടുത്തി മറ്റു ദേവീദേവന്മാരുടെ അടുത്ത് എത്തിക്കുന്നു. അതാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥമാക്കി പറയുന്നത്. ഏതൊരു നല്ലൊരു കാര്യത്തിനും നമ്മൾ ഗണപതി ഭഗവാനോട് അനുവാദം ചോദിച്ച് വിഘ്നങ്ങൾ ഇല്ലായ്മ ചെയ്തതിന് ശേഷം മാത്രമാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ? ഇനി മൂഷികൻ, ഭഗവാന്റെ വാഹനം അറിയാലോ, മൂഷികൻ, എലി. എന്തുകൊണ്ടാണ് മൂഷികനെ ഗണപതിക്ക് വാഹനമായി കിട്ടിയത്? ഗണപതി ഭഗവാന്റെ വാഹനം മൂഷികനാണ്. അതായത് ഗണപതിയുടെ കാര്യങ്ങൾക്കായി ആവശ്യമായ ശക്തി മൂഷികനിലാണ് ഉള്ളത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന അതിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതിനി ആരുമായിക്കോട്ടെ, ആ ദേവീദേവന് ഒരു വാഹനമുണ്ടായിരിക്കും. നമ്മൾ ആ വാഹനത്തെയും വണങ്ങണം. ആദ്യം ആ വാഹനത്തെ വണങ്ങിയതിനു ശേഷം മാത്രം ഭഗവാനെ നമ്മൾ ഡയറക്റ്റ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗണപതി അമ്പലത്തിൽ പോകുമ്പോൾ മൂഷിക വാഹനമുണ്ടെങ്കിൽ അതിനെ നമ്മൾ വണങ്ങുക. മുരുകക്ഷേത്രത്തിൽ പോകുമ്പോൾ മയില് വാഹനമായിട്ടുണ്ടെങ്കിൽ അതിനെ വണങ്ങുക. ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നന്ദീശനുള്ളതുകൊണ്ട് നന്ദിയെ വണങ്ങുക. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇവിടെ ഒന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം. മൂഷികൻ രജോഗുണത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഏത് ദേവീദേവന്മാരുടെ വാഹനവും അവരുടെ പ്രവൃത്തിക്ക് അനുസൃതമായിട്ടാണ് മാറുന്നത്. മൂഷികൻ രജോഗുണത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്.
രജോ ഗുണം ഗണപതിയുടെ നിയന്ത്രണത്തിലാണ് എന്ന കാര്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ 2 തരത്തിലാണ് ഉള്ളത്. ഇടതുവശത്തും വലതുവശത്തും തുമ്പിക്കൈയുള്ള വിഗ്രഹങ്ങൾ. അവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ആ വ്യത്യാസം? തുമ്പിക്കൈയുടെ ആദ്യത്തെ വളവ് വലതുവശത്തായിരിക്കുന്ന മൂർത്തിയെ ദക്ഷിണാമൂർത്തി അഥവാ ദക്ഷിണാഭിമുഖി മൂർത്തി എന്ന് പറയുന്നു. ദക്ഷിണമെന്നാൽ തെക്ക് ദിശ അഥവാ വലതുഭാഗം എന്നാണ് പറയുന്നത്. വലതുഭാഗം സൂര്യനാഡിയുടേതായിട്ട് പറയപ്പെടുന്നു. ആരാണോ യമലോക ദിശയെ ധൈര്യത്തോടെ നേരിടുന്നത് അവൻ ആയിരിക്കും ശക്തിശാലി. അവൻ വളരെയധികം ശക്തിശാലിയായിരിക്കും. അതേപോലെ സൂര്യനാഡി പ്രവർത്തന ക്ഷമമായിട്ടുള്ളവൻ തേജസ്സുള്ളവനുമായിരിക്കും. ഈ 2 കാരണങ്ങളാൽ വലതുഭാഗത്ത് തുമ്പിക്കൈയുള്ള ഗണപതി ശക്തിയുള്ളതാണ്. തെക്ക് ദിശയിലുള്ള യമലോകത്തിൽ പാപപുണ്യങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്നതിനാൽ ആ ദിശ നമുക്ക് നല്ലതായിട്ട് തോന്നുകയില്ല. കർമ്മകാണ്ഡ പ്രകാരമുള്ള എല്ലാ നിയമങ്ങൾക്കും കർശനമായി പാലിച്ചുകൊണ്ടാണ് ഇത്തരം വിഗ്രഹത്തെ പൂജിക്കേണ്ടതെന്ന് പറയുന്നു. എന്നാൽ തുമ്പിക്കൈയുടെ ആദ്യത്തെ വളവ് ഇടതുവശത്തേക്ക് ആയിരിക്കുന്ന വിഗ്രഹത്തെ വാമമുഖി എന്നാണ് പറയുന്നത്. വാമം എന്നാൽ ഇടതുഭാഗം അഥവാ വടക്ക് ദിശ എന്നും പറയുന്നു. ഇടതുഭാഗത്തുള്ള ചന്ദ്രനാഡി ശീതളത പകരുന്നു. അതുപോലെ വടക്ക് ദിശ ആധ്യാത്മിക ഉന്നതിക്ക് അനുയോജ്യവും ആനന്ദകരവുമായതാണ്. അതിനാൽ നമ്മൾ വീടുകളിൽ വാമമുഖി ഗണപതിയാണ് കൂടുതലായും വച്ച് പൂജിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി ഗണപതി ഭഗവാന് നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്യാറുണ്ട്. അതെന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ഇനി ഞാനിവിടെ പറയുന്നത്. ഗണപതി പൂജയിൽ ചുവന്ന വസ്ത്രം, ചുവന്ന പുഷ്പങ്ങൾ, രക്തചന്ദനം എന്നിവ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഗണപതിക്ക് ചുവപ്പ് നിറം ഇഷ്ടമാണ് എന്നല്ല. ദേവീദേവന്മാർക്ക് മനുഷ്യർക്കുള്ള പോലെയുള്ള ഇഷ്ടാനിഷ്ടാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ചുവപ്പ് നിറം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്തെന്നാൽ ചുവപ്പ് നിറം കാരണം അന്തരീക്ഷത്തിലെ ഗണപതിയുടെ പവിത്രകങ്ങൾ, അതായത് ഗണപതി ഭഗവാന്റെ തരംഗങ്ങൾ നാം പൂജിക്കുന്ന വിഗ്രഹം അഥവാ ഭഗവാന്റെ ചിത്രത്തിലേക്ക് കൂടുതൽ അളവിൽ ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ നാം പൂജിക്കുന്ന വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം കൂടുതൽ ജാഗ്രതമായി മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പൂജിക്കുന്ന വ്യക്തിക്ക് ഭഗവാന്റെ കൂടുതൽ ചൈതന്യം ലഭിക്കുകയും ചെയ്യുന്നു. ഇതേ സിദ്ധാന്തം അനുസരിച്ച് ഗണപതിക്ക് കറുകപ്പുല്ലും അർപ്പിക്കുന്നു. കറുകയെ ദുർവ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ദുർവ എന്ന വാക്കിൻ്റെ അർത്ഥം ദും എന്നാൽ ദൂരെയുള്ളതും അവ എന്നാൽ സമീപത്ത് കൊണ്ടുവരുന്നു എന്നാണ് ആ വാക്കിൽ അർത്ഥമാക്കുന്നത്. ദൂരെയുള്ള ഗണപതിയുടെ പവിത്രകങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവരുന്നതെന്തോ അതാണ് ദുർവ. അതിനാലാണ് ഗണപതിക്ക് കറുകപ്പുല്ല് പൂജയ്ക്ക് അർപ്പിക്കുന്നത്. ഈ വിനായക ചതുർത്ഥി ദിവസത്തിൽ ഗണപതി ഭഗവാന്റെ തത്വവും ചൈതന്യവും ഭൂമിയിലേക്ക് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് 1000 മടങ്ങ് കൂടുതൽ അളവിൽ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. ആയതിനാൽ ഈ ദിവസങ്ങളിൽ ചതുർത്ഥി നാളിൽ ഗണപതി ഭഗവാന്റെ നാമം ജപിക്കുന്നതും ഗണപതി വിഗ്രഹത്തിന് പൂജകൾ അർപ്പിക്കുന്നതും ഭഗവാന്റെ സ്തോത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം ശക്തി പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ നാം ഗണപതി ഭഗവാന്റെ നാമമായ ഓം ഗം ഗണപതയേ നമ എന്നത് പരമാവധി ജപിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഈ ഒരു നാമം ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങൾ ഒക്കെ നീങ്ങി നമുക്ക് എവിടെയാണോ നമ്മുടെ ലക്ഷ്യം, എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു നാമം ജപിച്ചത് കൊണ്ട് മാത്രം എല്ലാം ആയി എന്നല്ല. മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ ഇന്നത്തെ ദിവസം ഗണപതി ഭഗവാനെ പൂജിക്കുകയാണെങ്കിൽ
അത് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് 365 ദിവസങ്ങളിൽ. ഈ 365 ദിവസങ്ങളിൽ നാം എന്ന വ്യക്തിക്ക് സ്പെഷ്യാലിറ്റി നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ കൊടുക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ജന്മദിനത്തിനാണ് അല്ലേ? നമ്മുടെ ജന്മദിനമാകുമ്പോൾ അവൻ്റെ പിറന്നാളാണ് അല്ലെങ്കിൽ അവളുടെ പിറന്നാളാണ്. അപ്പോൾ ആ ആൾക്ക് ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കും. കൂടാതെ തന്നെ നമുക്കും നമ്മളൊരു അന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിരിക്കും. നമ്മളെന്നും ധരിക്കുന്ന പോലുള്ള അല്ലെങ്കിൽ നമ്മളെന്നും കഴിക്കുന്ന പോലുള്ള നമ്മുടെ എല്ലാ രീതികളിൽ നിന്നും തികച്ചും ഒരു സ്പെഷ്യാലിറ്റി നിറഞ്ഞതായിരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ തന്നെയാണ് ഭഗവാൻ ഗണപതിയുടെ കാര്യത്തിലും. ഗണപതിയുടെ എന്നല്ല, എല്ലാ ദൈവങ്ങളുടെ കാര്യത്തിലും എന്നും ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല, കുറച്ചുകൂടെ സ്പെഷ്യലായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന കുട്ടിയുടെ മുമ്പിൽ അതിന് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, ഭക്ഷണങ്ങൾ, ഡ്രസ്സുകൾ, അതിന് വേണ്ട ഗിഫ്റ്റുകളൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അത് കൂടുതൽ സന്തോഷവാനാവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ അതിനോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് സന്തോഷപൂർവ്വം നമുക്ക് ചെയ്തു തരും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അനുവാദം തരും. അതുമല്ലെങ്കിൽ അത് കൂടുതൽ നമ്മളിൽ സംപ്രീതനാകും. അതേപോലെ തന്നെയാണ് ഈ വിനായക ചതുർത്ഥി നാളിൽ ഗണപതി ഭഗവാന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹവും പ്രദാനം ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ ഗണപതി ഭഗവാനെ വണങ്ങാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട് അല്ലേ? അതേ കൂട്ടത്തിൽ ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ അദ്ദേഹത്തെ വളരെയധികം കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് പൂജിച്ചാൽ കുറച്ചുകൂടി നല്ല ഫലങ്ങൾ കിട്ടുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഗണപതി ഭഗവാനെ പറ്റി ഏകദേശം വേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ദിവസം ഗണപതി ഭഗവാന്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അറിയാവുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി ലളിതമായി ഞാൻ ഒരുക്കിയ ഒരു വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.